മരട് നെട്ടൂരിലെ കോൺഗ്രസ് ഓഫീസ് സന്ദർശിച്ച ലക്ഷദ്വീപ് എം.പി. ശ്രീ ഹംദുള്ള സെയ്ദിന് ഉജ്ജ്വല സ്വീകരണം. കേരളത്തിൻ്റെ സൗഹൃദ ദ്വീപായ ലക്ഷദ്വീപിൻ്റെ ജനകീയ എം.പിയും മുൻ കേന്ദ്രമന്ത്രിയും ആയിരുന്ന PM സെയ്ദിൻ്റെ പുത്രൻ ശ്രീ ഹംദുള്ള സെയ്ദ് നെട്ടൂരിലെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചു. ലക്ഷദ്വീപ് എം.പിക്ക് വൻ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നൽകിയത്. നെട്ടൂർ PW റോഡ് മേൽപ്പാലം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന മരട് മണ്ഡലം വെസ്റ്റ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് മരട് മണ്ഡലം പ്രസിഡന്റ് C. വിജയൻ, KPCC നിർവാഹക സമിതി അംഗം KB മുഹമ്മദ് കുട്ടി മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി RK സുരേഷ് ബാബു, യൂത്ത് കോൺഗ്രസ് മരട് മണ്ഡലം പ്രസിഡന്റ് ബെൻഷാദ് നടിലവീട്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയ ജോസഫ് തുടങ്ങിയ മുൻനിര നേതാക്കളാണ് ലക്ഷദ്വീപ് എം.പിക്ക് സ്വീകരണം നൽകിയത്. ലക്ഷദ്വീപിന്റെ ജീവവായുവാണ് കൊച്ചി എന്നും കൊച്ചി ഞങ്ങളുടെ പ്രിയപ്പെട്ട നഗരമാണ് എന്നും സ്വീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ ഹംദുള്ള സെയ്ദ് MP സംസാരിച്ചു. ലക്ഷദ്വീപിന്റെ MP മാത്രമല്ല, ലക്ഷദ്വീപിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണെന്നും കൊച്ചിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ലക്ഷദ്വീപ് MP എന്ന നിലയിൽ എന്ത് സഹായവും ചെയ്യുവാൻ ഞാൻ തയ്യാറാണെന്നും അദ്ദേഹം പ്രവർത്തകരെ അറിയിച്ചു. ലക്ഷദ്വീപിന്റെ അടിവേരറുക്കുന്ന പുതിയ സമ്പ്രദായങ്ങൾ ശക്തമായി എതിർക്കുമെന്നും പാർലമെൻറ്റിൽ ദ്വീപിൻ്റെ സംരക്ഷണത്തിൻ്റെ ശബ്ദമായി ഞാനെന്നും ഉണ്ടാകുമെന്നും പ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ലക്ഷദ്വീപ് MP. അപ്പോൾ ഏറ്റവും കൂടുതൽ മെയിൻലാൻഡ് അല്ലെങ്കിൽ വൻകരയിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ആശ്രയം അല്ലെങ്കിൽ ഒരു തൂണായി മാറുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളമായിട്ടുള്ള ഒരു ബന്ധം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രത്തോളം ലക്ഷദ്വീപുകാർക്ക് കേരളമായിട്ടുള്ള ബന്ധവും കേരളക്കാർക്ക് ലക്ഷദ്വീപുകാരായിട്ടുള്ള ബന്ധവും നിങ്ങൾ ഔപചാരികമായിട്ടുള്ള എല്ലാ കാര്യത്തിലും മലയാളമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്ക്രിപ്റ്റ് ഡയലക്റ്റ് വേറെ ആണെങ്കിലും ജസരി എന്ന് പറയുന്ന ഡയലക്റ്റ് ആണെങ്കിലും ആ ജസരി എന്ന് പറയുന്ന ഭാഷ അതിൽ തമിഴ്, കന്നഡ, മലയാളം ഇതിൻ്റെ വാക്കുകളൊക്കെ ഉൾപ്പെട്ട ഒരു ഡയലക്റ്റാണ്, ലിപിയില്ലാത്ത. പക്ഷേ ഔപചാരികമായിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ മലയാളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഭാഷപരമായിട്ടും നമ്മുടെ വസ്ത്രപരമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണശൈലിയായാലും എല്ലാം കൊണ്ടും ഏറ്റവും അടുത്ത് നമ്മൾ കേരളവുമായിട്ടും കർണാടകവുമായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബന്ധം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ലക്ഷദ്വീപിലെ MP എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ഏത് സമയത്തും എന്നെ സമീപിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സഹായവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം ഞങ്ങളെല്ലാ കാര്യത്തിലും കേരളക്കാരെയാണ് ആശ്രയിക്കുന്നത്. തിരിച്ച് അങ്ങോട്ടും നിങ്ങൾക്കൊരു ഓഫറാണ്. ലക്ഷദ്വീപ് MP എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് പരമാവധി നമുക്ക് ചെയ്യാം. അതിലൊരു വിഷയവുമില്ല. ലക്ഷദ്വീപിലെ ജനങ്ങൾ പല മേഖലയിലും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം പല സ്ഥലത്തും, അതായത് കപ്പലിലെ കാര്യമായാലും വിദ്യാഭ്യാസ മേഖല ആയാലും ഗതാഗത മേഖല ആയാലും ആ എല്ലാ മേഖലയിലും കാര്യങ്ങൾ MP എന്ന നിലക്ക് നമ്മൾ സമയാസമയത്തിൽ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പല കപ്പലും ഇപ്പോൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ പല വിഷയങ്ങളും ബുദ്ധിമുട്ടിലാണ്. അതെല്ലാം പതുക്കെ ശരിയാക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ വിഷയങ്ങളും പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. പല സംവിധാനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ആ എല്ലാ സംവിധാനങ്ങളും ലക്ഷദ്വീപിലെ ജനങ്ങൾക്കെതിരായിട്ട് വരുന്ന എല്ലാ സംവിധാനങ്ങൾക്ക് ശക്തമായിട്ട് ലക്ഷദ്വീപ് MP എന്ന നിലക്ക് നമ്മൾ എതിർക്കും, പ്രതിഷേധിക്കും. വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോ മേഖലയിലും ഇപ്പം നിലവിലുള്ള ലക്ഷദ്വീപ് ഭരണകൂടം കൊണ്ടുവന്ന ഭരണ പരിഷ്കാരം ലക്ഷദ്വീപിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഈ ദ്വീപിന്റെ പ്രത്യേകത ഞാൻ ഇവരിലാണ് കാണുന്നത്. സത്യത്തിൽ ദ്വീപിൽ ഒരു സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്, നീതിമാന്മാരാണ്, പലപ്പോഴും വളരെ മാന്യമായി ജീവിക്കുന്ന വലിയ ഒരു പ്രദേശമാണ് ദ്വീപ്. ഒരു കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ പോലും മലയാളം തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ
നാസിമിനെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ദ്വീപിൻ്റെ സ്വഭാവം അത് ഇവരിലൂടെയാണ് നമ്മൾ ആ പ്രദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മനസ്സ് പഠിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത്ര സൈലൻ്റായി സ്നേഹത്തോടെ വാത്സല്യത്തോടു കൂടി വളരെ ബഹുമാനത്തോടു കൂടി ആണ് അവർ പെരുമാറ്റവും പ്രവർത്തിയും. അത് തന്നെയാണ് ദ്വീപിൻ്റെ പ്രത്യേകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് വരാം എന്ന് നാസിമിനോട് ഈ യാസിനോടൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു പാർട്ടി ഓഫീസിലേക്ക്, ഒരു പ്രദേശത്തിൻ്റെ ഒരു പാർട്ടിയുടെ ഒരു ഓഫീസിലേക്ക് ഒരു MP, അത് ഇദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ജനകീയനായ ഒരു MP വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാർട്ടി പ്രവർത്തകരോടുള്ള അവരെ ചേർത്ത് പിടിക്കുന്നതിനുള്ള, അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവാണ് MP ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എന്ത് വിഷയമുണ്ടെങ്കിലും അവിടെയൊക്കെ പത്രക്കാരെ അഭിപ്രായം ചോദിക്കാൻ ചെല്ലുന്നത് PM സയ്യിദ് MP-യോടായിരുന്നു. അങ്ങനെ ഈ പ്രദേശവുമായി, നമ്മുടെ കേരളവുമായി, പ്രത്യേകിച്ച് എറണാകുളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഒരു MP-യും അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞപ്പോൾ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ എറണാകുളം കേന്ദ്രീകരിച്ച് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ സ്മരണ എന്നും പഴയ ആളുകൾക്ക് PM സയ്യിദ് സാഹിബിനോടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുത്രനായ അബ്ദുള്ള സയ്യിദ് അത് പിന്തുടർന്ന് നമ്മുടെ ഈ പ്രദേശത്ത്, ഈ മണ്ഡലത്തിന്റെ ഓഫീസിൽ ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ വന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷകരമാണ്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് ഏറ്റവും പ്രധാന കാരണം അദ്ദേഹമാണ്. നിർഭാഗ്യവശാൽ പുള്ളിയുടെ ലാസ്റ്റ് സമയത്ത് പുള്ളി അല്പം പരാജയപ്പെടുകയും ഇപ്പോൾ അത് മകനായിട്ട് തിരുത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി കാര്യങ്ങളിൽ അവിടെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് നമ്മുടെ ലക്ഷദ്വീപിലുള്ള സുഹൃത്തുക്കൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ലക്ഷദ്വീപിലെ നിവാസികൾ നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമായും എല്ലാം അവരോട് സംസാരിക്കുമ്പോൾ 100 നാവിലാണ് അവർ ഹംദുള്ള സയ്യിദിനെ കുറിച്ച് പറയുന്നതും അവിടുത്തെ വിജയത്തെക്കുറിച്ചും എല്ലാം നമ്മളോട് പങ്കുവച്ചിരുന്നത്. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഈ ഒരു ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ജനങ്ങളെ പോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങളിലും നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.